നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിലീഷൻ ഫ്രം ദി എൻഡ് ഓഫ് ദി സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ആണ്. സോ നമ്മൾ ഡിലീഷൻ ഫ്രം ദി ബിഗിനിങ്ങിൻ്റെ സെയിം ആണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. ഇനീഷ്യലി ഹെഡ് ഈക്വൽ നള്ളാണോ എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ പ്രിൻറ്റ് ലിസ്റ്റ് ഇസ് എംപ്റ്റി. നമ്മൾ ലിസ്റ്റ് എംപ്റ്റി ആണെന്ന് പ്രിൻ്റ് ചെയ്യും. റിട്ടേൺ ഹെഡ്, ബിക്കോസ് നമുക്ക് നോഡൊന്നും ഇല്ല ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈഫ് ഹെഡ് ഓഫ് ലിങ്ക് ഈക്വൽ ഹെഡ് ആണോ, വിച്ച് മീൻസ് എന്താണ്, വി ആർ ഹാവിങ് ഓൺലി എ സിംഗിൾ നോഡ്. ആ ഒരു പെർട്ടിക്കുലർ നോഡിനെ തന്നെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ 5 എന്നുള്ളൊരു നോഡുണ്ട്. അപ്പോൾ ഇത് ഹെഡ് ഓഫ് ലിങ്ക് എങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നത്, ഹെഡിലേക്ക് തന്നെ. ഇവിടെ ഹെഡ് പോയിൻ്റ് ചെയ്യുന്നുണ്ടോ അല്ലേ, ഹെഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഹെഡിലേക്ക് തന്നെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യണം, നമ്മൾ ഫ്രീ ഹെഡ് കൊടുക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഹെഡ് ഈക്വൽ ടു നൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ നോഡ് ഫ്രീ ആവുന്നുണ്ട്. സോ ആ നോഡിനെ ഡിലീറ്റ് ചെയ്തു. ആൻഡ് സപ്പോസ് വി വോണ്ട് ടു ഡിലീറ്റ് ഫ്രം എൻഡ്, നമുക്ക് ലാസ്റ്റ് നോഡാണ് സർക്കുലർ ലിങ്ക് ലിസ്റ്റിൻ്റെ ലാസ്റ്റ് നോഡാണ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ വി ആർ സെറ്റിംഗ് 2 പോയിൻറ്റേഴ്സ്. ഒരു PTR എന്നുള്ള പോയിൻറ്ററും ഒരു പ്രീവിയസ് എന്ന് പറഞ്ഞ പോയിൻറ്ററും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് കറൻ്റ്ലി PTR ഇസ് പോയിൻറ്റിങ് ടു ഹെഡ് ആൻഡ് പ്രീവിയസ് ഇസ് പോയിൻറ്റിങ് ടു നൾ. ഇനി കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇനീഷ്യലി നമ്മുടെ ഇവിടെ PTR ഹെഡിലേക്കും പോയിൻ്റ് ചെയ്യും, പ്രീവിയസ് നള്ളായിരിക്കും, പ്രീവിയസ് നള്ളിലാണുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. വൈൽ PTR ഓഫ് ലിങ്ക് നോട്ട് ഈക്വൽ ടു ഹെഡ്, PTR ഓഫ് ലിങ്ക് നോട്ട് ഈക്വൽ ടു ഹെഡ് ആണ് അല്ലേ. അങ്ങനെയാണ് എന്ത് ചെയ്യണം, പ്രീവിയസ് ഈക്വൽ ടു PTR. സോ പ്രീവിയസ് ഇങ്ങോട്ട് പോയിൻ്റ് ചെയ്യും. ആൻഡ് PTR എന്ത് ചെയ്യും, PTR നെക്സ്റ്റ് നോഡിലേക്ക് പോകും. സോ PTR ഇവിടേക്ക് PTR വന്നു. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. PTR ഓഫ് ലിങ്ക് എന്താണ്, നോട്ട് ഈക്വൽ ടു ഹെഡ് തന്നെയാണ്. അപ്പോൾ PTR ഓഫ് ലിങ്ക് നോട്ട് ഈക്വൽ ടു ഹെഡ് ആകുമ്പോൾ ഇവിടെ പ്രീവിയസ് ആയി ആൻഡ് PTR വിൽ ബി പോയിൻറ്റിങ് ഹിയർ. ഇവിടെ PTR വന്നു. എഗെയിൻ എന്ത് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ PTR ഓഫ് ലിങ്ക് നോട്ട് ഈക്വൽ ടു ഹെഡ് ആണ്. സോ ആ കേസിൽ PTR വിൽ ബിക്കം ഹിയർ ആൻഡ് ഹിയർ എന്താവും, പ്രീവിയസ് ആവും. ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ PTR ഓഫ് ലിങ്ക് എന്താണ്, കാരണം 7 ഹെഡിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത് അല്ലേ. PTR ഓഫ് ലിങ്ക് ഹെഡിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ പോയിൻ്റ് ചെയ്യുന്നത് കണ്ടീഷൻ വയലേറ്റ് ആകുമ്പം പ്രീവിയസ് ഓഫ് ലിങ്ക്, ഇപ്പോൾ നമ്മൾ പ്രീവിയസ് എവിടെയാണ് നിൽക്കുന്നത്, 5ൽ. പ്രീവിയസ് ഓഫ് ലിങ്ക് എങ്ങോട്ട് പോയിൻ്റ് ചെയ്യണം, ഹെഡിലേക്ക്. സോ പ്രീവിയസ് ഓഫ് ലിങ്ക് മീൻസ് ഹിയർ, അത് നേരെ ഹെഡിലേക്ക് പോയിൻ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ നോഡ് എന്തായി, റിമൂവ് ആയി, ഫ്രീ PTR, റിട്ടേൺ ഹെഡ്. സോ കണക്ഷൻ നോക്കിക്കേ, ദർ ഇസ് ഹെഡ് പോയിൻ്റ് ചെയ്യുന്നത് 3ലേക്കാണ്, 3ന്ന് 4ലേക്ക് ദർ ഇസ് എ ലിങ്ക്, 4ന്ന് 5ലേക്കുണ്ട്. 5ൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ വീണ്ടും ഹെഡാണ് കൊടുത്തിരിക്കുന്നത്. വി ആർ ഈസിലി റിമൂവ് 7 ഫ്രം ദി ലിങ്ക് ലിസ്റ്റ്. സോ ഒന്നും കൂടി നോക്കാം. നമ്മൾ ഇനീഷ്യലി ഡിലീഷൻ ഫ്രം ദി എൻഡ് ഓഫ് ദി സർക്കുലർ ലിങ്ക് ലിസ്റ്റാണ് നോക്കിയത്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ ഹെഡ് ഈക്വൽ നള്ളാണോ ചെക്ക് ചെയ്യും. നള്ളാണെങ്കിൽ ദാറ്റ് ഇസ് എംപ്റ്റി. ആൻഡ് ഇഫ് ഹെഡ് ഓഫ് ലിങ്ക് ഈക്വൽ ഹെഡ്, വിച്ച് മീൻസ് ഒറ്റ എലമെൻറ്റേ ഉള്ളൂ, ഒറ്റ നോഡേ ഉള്ളൂ, ആ നോഡിനെ തന്നെ ഡിലീറ്റ് ചെയ്യണം. സോ ഫ്രീ ഹെഡ് കൊടുക്കുക, ഹെഡിനെ നള്ളായി സെറ്റ് ചെയ്യുക. ഇനി അതർ കേസ് നമുക്ക് ലാസ്റ്റ് എലിമെൻ്റാണ് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ 2 പോയിൻ്റ് സെറ്റ് ചെയ്യും, ഹെഡും നള്ളും. ആൻഡ് വൈൽ PTR ഓഫ് ലിങ്ക് നോട്ട് ഈക്വൽ ടു ഹെഡ് ആണെങ്കിൽ നമ്മൾ പ്രീവിയസ് ഈക്വൽ ടു PTRും PTR ഈക്വൽ ടു PTR ഓഫ് ലിങ്കും ആക്കി സെറ്റ് ചെയ്യും. നമ്മൾ ട്രാവേഴ്സ് ചെയ്യാണ് ഓരോ തവണ. ആൻഡ് വെൻ ദ കണ്ടീഷൻ വയലേറ്റ്, PTR ഓഫ് ലിങ്ക് നോട്ട് ഈക്വൽ ടു ഹെഡ് എന്നുള്ള കണ്ടീഷൻ വയലേറ്റ് ചെയ്യുമ്പോൾ പ്രീവിയസ് ഓഫ് ലിങ്കിനെ എന്താക്കി സെറ്റ് ചെയ്യും, ഹെഡിലേക്ക് കൊടുക്കും. ഇത്രയേ ഉള്ളൂ നമ്മളെ ഡിലീഷൻ ഫ്രം ദി എൻഡ് ഓഫ് ദി സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. ഓക്കെ.